നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് കേട്ടോ. അപ്പോൾ നമുക്ക് 30s കടക്കുന്നതിന് മുന്നേ എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഒരു ഫേസ് വാഷ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്ര ക്ലെൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതൊരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ കാണിച്ചത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തെങ്കിലും വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ഫേസ് വാഷാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. അപ്പോൾ ടോണർ എഗെയിൻ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലിയർ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു റോസ് വാട്ടർ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ഒരു ടോണറായിട്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ആക്നി അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ടോണർ സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് സിറമാണ്. 30s കടന്നു കഴിഞ്ഞാൽ ഒരു സിറം മസ്റ്റാണ്. അപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഡബിൾ ബെനിഫിറ്റാണ്. നമുക്ക് 30s കഴിയുമ്പോൾ ഉണ്ടാകുന്ന മേജർ ഇഷ്യൂസിനൊക്കെ ഒരു സൊല്യൂഷനാണ് വിറ്റമിൻ സി. അപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ വിറ്റമിൻ സി ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഐ ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഇത് നാട്ടിലെ പ്രോഡക്റ്റ് അല്ല, നിങ്ങൾക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഐ ക്രീം നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഈ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്തത് ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു സ്ക്രബാണ്. ഇതൊരു ലിപ് സ്ക്രബാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ നല്ലൊരു പ്രോഡക്റ്റ് ആയത് കാരണം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ലിപ് സ്ക്രബ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നാട്ടിലങ്ങനെ ഒരുപാടൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ NKയുടെ നല്ലൊരു ഓപ്ഷനാണ്, നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടമായതാണ്. അപ്പോൾ ഇത് എന്തായാലും വീക്ക്ലി വൺസ് എങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുന്നത് ലിപ്സിനും നല്ലതാണ്. നമ്മുടെ ഫേസിന് പോലെ തന്നെ ലിപ്സും എക്സ്ഫോലിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് ഇതൊരു ലിപ് മാസ്ക് ആണ്. എഗെയിൻ നാട്ടിലെ പ്രോഡക്റ്റ് അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ് ബാം ഇട്ടാൽ മതി കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ ഇത് ഭയങ്കര ഓയിലി ആയിട്ടൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇഷ്ടമാകില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടമാകില്ല. പക്ഷേ ചിലർക്ക് ഓയിലി സ്കിന്നാണെങ്കിലും ക്രീം മോയ്സ്ചറൈസർ തന്നെ വേണം എന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്